നമസ്കാരം. കരിയറിലെ സ്വപ്ന ഫോമിലൂടെ കടന്നു പോവുകയാണ് മലയാളി സൂപ്പർ താരമായ സഞ്ജു സാംസൺ. ഇന്ത്യക്കായി അവസാനം കളിച്ച 5 T20 മത്സരങ്ങളിൽ 3 സെഞ്ചുറികൾ നേടിയ സഞ്ജു T20 ടീമിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ കൊണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിരവധി റെക്കോർഡുകൾ തിരുത്താനും സഞ്ജുവിന് സാധിച്ചിരിക്കുകയാണ്. 2024 കലണ്ടർ വർഷം T20യിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ബാറ്റർ സഞ്ജു സാംസണാണ്. മിന്നും ഫോമിൽ കളിക്കുന്ന സഞ്ജു അടുത്തതായി കളിക്കാൻ പോകുന്നത് കേരളത്തിനായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലാണ്. ഇന്ത്യയിലെ പ്രധാന ആഭ്യന്തര T20 ടൂർണമെന്റായ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ഈ മാസം 23-ന് ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ടൂർണമെന്റിൽ കേരളത്തിന്റെ നായകനും സഞ്ജു സാംസൺ തന്നെ ആയിരിക്കും എന്നാണ് സൂചനകൾ. 2 ദിവസത്തിനുള്ളിൽ ഈ ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിക്കുമെന്നും അറിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മികച്ച പ്രകടനമായിരുന്നു കേരളം കാഴ്ചവെച്ചത്. ക്വാർട്ടർ ഫൈനൽ വരെ എത്താനും ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കുറി ഇതിലും മികച്ച മുന്നേറ്റം ടീം പ്രതീക്ഷിക്കുകയാണ്. അതേസമയം ഇക്കുറി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സഞ്ജു സാംസൺ ബാറ്റിംഗ് പൊസിഷൻ മാറുന്നതാകും താരത്തിന്റെ കരിയറിന് നല്ലത് എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ തവണ മധ്യനിരയിലായിരുന്നു സഞ്ജു കളിച്ചിരുന്നത്. മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെച്ചെങ്കിലും രാജ്യം മുഴുവൻ ശ്രദ്ധിക്കത്തക്ക പ്രകടനം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായില്ല. ഇത്തവണ സഞ്ജു സാംസൺ ഓപ്പണിംഗിൽ കളിക്കണമെന്ന ആവശ്യം ഇതിനോടകം ശക്തമായിട്ടുണ്ട് ആരാധകർക്കിടയിൽ. ഇന്ത്യൻ ടീമിന് വേണ്ടി ഓപ്പണിംഗിൽ ഉജ്ജ്വല ഫോമിലുള്ള സഞ്ജു കേരള ടീമിലും ഇതേ പൊസിഷനിൽ തന്നെ വന്നാൽ ടീമിന്റെ തലവരെയും മാറുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയുടെ T20 ടീമിൽ ഇനി ഓപ്പണിംഗ് റോളിൽ കുറച്ചു നാളത്തേക്ക് സഞ്ജു ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആഭ്യന്തര ക്രിക്കറ്റിലും അതുകൊണ്ട് തന്നെ ഓപ്പണിംഗിൽ കളിക്കുന്നതായിരിക്കും താരത്തിന്റെ കരിയറിന് നല്ലതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തവണത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഓപ്പണിംഗിൽ കളിച്ച് റൺമല സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ദേശീയ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത താരമായി സഞ്ജു മാറുകയും ചെയ്യും. കഴിഞ്ഞ തവണ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ പല കളികളിലും യുവതാരങ്ങൾക്ക് വേണ്ടി ബാറ്റിംഗ് ഓർഡറിൽ സഞ്ജു സ്വയം പിന്നിലേക്ക് മാറുന്നത് കണ്ടിരുന്നു. എന്നാൽ കരിയറിലെ നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇക്കുറി സഞ്ജു ഓപ്പണിംഗിൽ തന്നെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ടീമിലെ ഏറ്റവും മികച്ച ബാറ്ററായ സഞ്ജുവിന് കൂടുതൽ പന്തുകൾ കളിക്കാൻ അവസരം ലഭിക്കുന്നത് കേരളത്തിനും ഗുണം ചെയ്യുമെന്ന കാര്യം തർക്കമില്ല. സമീപകാലത്ത് ഇന്ത്യൻ ടീമിനായി ചെയ്തതുപോലെ തുടർച്ചയായ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കേരള ജേഴ്സിയിലും സഞ്ജുവിൽ നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. ഈ മാസം 23-ന് ആരംഭിക്കാനിരിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരവും അതേ ദിവസം തന്നെയാണ്. സർവീസസ് ആണ് എതിരാളികൾ. നവംബർ 25, 27, 29, ഡിസംബർ 1, 3 തീയതികളിലാണ് ശേഷിക്കുന്ന മത്സരങ്ങൾ. യഥാക്രമം മഹാരാഷ്ട്ര, നാഗാലാൻഡ്, മുംബൈ, ഗോവ, ആന്ധ്ര എന്നീ ടീമുകളാണ് എതിരാളികൾ.